അച്ചീവിന്റെ ഒരു ക്യാമ്പസ് ടൂറിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കോഴിക്കോട്ട് നിന്ന് അജ്മലിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അജ്മലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മൽ ഇവിടെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, ജസ്റ്റ് ഒരു 1 week ബിഫോർ. സോ ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്യാമ്പസും കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന് പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്ലിനിക്കലും കാര്യങ്ങളൊക്കെ? ക്ലിനിക്കലൊക്കെ അടിപൊളി. ഇതിപ്പോ എന്റെ സത്യം പറഞ്ഞ സെക്കൻഡ് കൺട്രിയാണ്. ഞാൻ യുക്രൈനിൽ 5th ഇയർ പാസ്സായി വാറിന്റെ സമയത്ത് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ എടുത്തത്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം അവിടുത്തെ ലൈഫും അവിടുത്തെ ക്ലിനിക്കലും കഴിഞ്ഞ് ഇവിടെ എങ്ങനെ ആയിരിക്കും അറിയില്ല. എല്ലാവരും പറഞ്ഞു ഭയങ്കര എക്സ്പെൻസ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ടോട്ടലി ഫീസിബിൾ ആയിരുന്നു. എല്ലാം കൊണ്ട് ക്ലിനിക്കൽ ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ. ഐ എം സോ ഹാപ്പി. നല്ലൊരു ഡിഗ്രി കിട്ടി, ഗ്രാജുവേറ്റഡ് ആയി പോവാണ്. മറ്റന്നാൾ ഫ്ലൈറ്റ് കയറി പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളെ കാണുക എന്നുള്ളത് വളരെ ഹാപ്പിയാണ്. സോ അജ്മലിന് ബ്രൈറ്റ് ഫ്യൂച്ചർ നേരുന്നു. അജ്മലിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ വാർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരുപാട് കുട്ടികളുടെ കൂടെ ഇവിടെ SU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്. സോ ഇവിടുന്ന് ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് പോകാൻ നിൽക്കുകയാണ്. വേറെയും ഇവിടെ തന്നെ പഠിച്ച് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് ഇഷ്ടംപോലെ സ്റ്റുഡൻസ്. ഞങ്ങളിപ്പോ തന്നെ നല്ലൊരു എമൗണ്ട് ആണ് ഇപ്പൊ പാസ് ഔട്ട് ആയത് ഗ്രാജുവേറ്റ്. ഒത്തിരി സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയി 150+. അപ്പൊ ഇനി നാട്ടിൽ ചെന്നിട്ട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നേരെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ